ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ ഗംഭീര വിജയം കൊയ്തിരിക്കുകയാണ് ടീം ഇന്ത്യ. 43 റൺസിന്റെ ആധികാരിക വിജയം തന്നെയാണ് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറും ടീമിനൊപ്പമുള്ള തുടക്കം ഉജ്ജ്വലമാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പല പോസിറ്റീവുകളും ഈ ആദ്യ മത്സരത്തിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൽ ചില നെഗറ്റീവ്സ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫീൽഡിങ്ങിൽ ചില ക്യാച്ചുകൾ പാഴാക്കിയത് തന്നെയാണ് ഇതിലൊന്ന്. രണ്ടാമത്തേത് ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് തന്നെ. ബാറ്റിംഗിൽ ഒരിക്കൽ കൂടി താളം കണ്ടെത്താതെ തപ്പിത്തടയുന്ന ഋഷഭിനെ തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിലും കണ്ടത്. 49 റൺസ് നേടിയാണ് ഋഷഭ് ക്രീസ് വിട്ടതെങ്കിലും ഇതിന് പിന്നിൽ ചില ലങ്കൻ താരങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഋഷഭിന്റെ ചില ക്യാച്ചുകൾ ലങ്കൻ താരങ്ങൾ താഴെയിട്ടിരുന്നു. മാത്രമല്ല ഫുൾ ടോസുകൾ അടക്കം മോശം ബോളുകൾ എറിഞ്ഞ് അദ്ദേഹത്തിന് വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള അവസരവുമൊക്കെ ഒരുക്കി നൽകുകയും ചെയ്തിരുന്നു. രണ്ടാം ട്വന്റിയിൽ ഋഷഭിന് പകരം സഞ്ജു സാംസണെ പ്ലേയിങ് 11 കൊണ്ടുവരാൻ ഗംഭീർ തയ്യാറാവുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിലവിലെ ഫോമും 2020 പ്രകടനവുമെല്ലാം നോക്കിയാൽ ഋഷഭിനേക്കാൾ ടീമിൽ സ്ഥാനമർഹിക്കുന്നത് സഞ്ജു തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഋഷഭിനെ വിട്ടൊരു കളിയില്ലെന്ന നിലപാടിലാണ് ടീം മാനേജ്മെന്റും BCCIയും. ഇന്ത്യക്ക് വേണ്ടി അവസാനമായി കളിച്ച 2020 50യുമായി കസറാൻ സഞ്ജുവിനും സാധിച്ചിരുന്നു. കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിനായിരുന്നു ഇത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ അവസാനത്തെ 3 കളിയിലും അദ്ദേഹം പ്ലേയിങ് 11 ഭാഗമായിരുന്നു. അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യക്ക് തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ രക്ഷകനായത് 58 റൺസ് എടുത്ത സഞ്ജുവായിരുന്നു. ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. എന്നിട്ടും ശ്രീലങ്കയുമായുള്ള ആദ്യ 2020 അദ്ദേഹത്തിന് പ്ലേയിങ് 11 സ്ഥാനം നൽകാൻ ഗംഭീർ തയ്യാറായില്ല. ഒരിക്കൽ കൂടി ഋഷഭിൽ അവർ വിശ്വാസമർപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കണ്ണും പൂട്ടി അടിക്കുകയല്ലാതെ ഈ തന്നെ കൊണ്ട് മറ്റൊന്നിനും സാധിക്കില്ലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തത്. ഭാഗ്യം കൂടി ഒപ്പം നിന്നതുകൊണ്ട് മാത്രം 49 റൺസ് വരെ ഋഷഭ് എത്തുകയും ചെയ്തു. ആദ്യത്തെ 20 ബോളിൽ വെറും 20 റൺസ് മാത്രമെടുത്ത അദ്ദേഹം സ്ലോ ബാറ്റിങ്ങിലൂടെ ഇന്ത്യൻ സ്കോറിംഗിന്റെയും വേഗത കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ കോച്ചാവും മുമ്പ് സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള ഗംഭീർ ഇപ്പോൾ ഇവയെല്ലാം മറന്നിട്ടാണ് ഋഷഭിന് ഈ മുൻതൂക്കം നൽകുന്നതും. ആദ്യ 2020ലേതുപോലെ രണ്ടാം അംഗത്തിലും സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യതയില്ല. ഋഷഭിനു തന്നെ വീണ്ടും വിക്കറ്റ് കീപ്പറുടെ റോൾ നൽകാനാണ് സാധ്യത. റിയാൻ പരാഗ് ബാറ്റിംഗിൽ തിളങ്ങിയില്ലെങ്കിലും 3 വിക്കറ്റുകളുമായി ബൗളിംഗിൽ മിന്നച്ചതുകൊണ്ട് പ്ലേയിങ് 11 സ്ഥാനം നിലനിർത്തും. അതിനാൽ തന്നെ സഞ്ജുവിന് 11 വരാനുള്ള പഴുതുമില്ല. രണ്ടാം 2020ലും ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ മാത്രം അവസാനത്തെ മത്സരത്തിൽ സഞ്ജു പരീക്ഷിക്കപ്പെട്ടേക്കും.